നാളെയാണ് റോയൽ റംബിൾ. പക്ഷേ ഞാൻ പ്രഡിക്ഷൻ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ട് പക്ഷേ ആരും തന്നെ അത് കണ്ടിട്ടില്ല. 400 വ്യൂസോ 300 സംതിങ് വ്യൂസോ മാത്രമേ ആ ഒരു വീഡിയോയ്ക്കുള്ളൂ. സോ മാക്സിമം എല്ലാവരും ആ ഒരു വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രാവശ്യവും പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര വ്യൂസ് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത് എനിക്ക് സർവൈവർ സീരീസിൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയ്ക്ക് മാത്രമേ കുറച്ച് വ്യൂസ് വന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ചെയ്യുന്നതും ഇപ്പം ചെയ്യുന്നതും എല്ലാ വീഡിയോയ്ക്കും വ്യൂസ് വളരെയധികം കുറവാണ്. സോ നിങ്ങളിങ്ങനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ പ്രഡിക്ഷൻ വീഡിയോ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ നിങ്ങൾ മാക്സിമം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ 2 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, വീഡിയോ വരുമ്പോൾ തന്നെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോയുടെ ടൈം എന്ന് പറയുന്നത് രാത്രി ഒരു 11 മണിക്ക് ശേഷം ചിലപ്പോൾ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 6 മണിക്കും, അതായത് വെളുപ്പിന് 6 മണിക്കും വീഡിയോ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചോദിക്കുക എന്താ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്, അതായത് ഒരു സമയമില്ലാത്ത സമയം, എല്ലാവരും ഉറങ്ങുന്ന സമയത്തും രാവിലെ എല്ലാവരും എണ്ണിക്കുന്നതിന് മുമ്പൊക്കെ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു സമയമൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റുന്നത്. മറ്റുള്ള സമയങ്ങളൊക്കെ കുറച്ച് ബിസിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയങ്ങളിലൊക്കെ വീഡിയോ ഇടുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാൽ മതി വീഡിയോ. പിന്നെ കോളേജൊന്നും ഇല്ലാത്തയും നോർമൽ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ അല്ലാത്ത, അതായത് ഇതുപോലൊക്കെ സമയങ്ങളിൽ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ നമ്മൾ ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്, അതായത് ബ്രോക്ക് ലെസ്റ്റർ, വിൻസ് വിക്മാൻ ആ ഒരു വിഷയം. വിൻസ് വിക്മാൻ്റെ WWE ബന്ധപ്പെട്ട എല്ലാ സേവനവും അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട്. ദൈവം തന്നെ വിചാരിച്ചു കാണും അദ്ദേഹം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന്. അതായത് കുറേ നാളായിട്ട് WWE വേണ്ടി കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ നമുക്കറിയാം. പക്ഷേ WWE വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട WWE എന്ന് പറയുന്ന ഷോ ഈ ഒരു രീതി വരാൻ കാരണം അതിന് ഒറ്റൊരു കാരണമേ ഉള്ളത് വിൻസ് വിക്മാൻ തന്നെയാണ്. സോ ആ ഒരു വിൻസ് വിക്മാൻ്റെ ആ ഒരു എറ പൂർണ്ണമായിട്ടും എൻഡ് ആയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം TKO, WWE, UFC, അതുപോലെ തന്നെ ചെറിയ കമ്പനിയല്ല, ഈ രീതിയിലുള്ള കമ്പനികളെല്ലാം ഓൺ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് TKO എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ പൊസിഷനിൽ നിന്നും, അതായത് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ വിൻസ് വിക്മാൻ ഒഫീഷ്യലായിട്ട് രാജിവെച്ചിരിക്കുകയാണ്. TKOയുടെ ഭാഗത്ത് നിന്നുകൂടി അദ്ദേഹം പൂർണ്ണമായിട്ട് ഒഴിയുമ്പോൾ WWE ബന്ധപ്പെട്ട എല്ലാ കണക്ഷനും അദ്ദേഹത്തിൻ്റെ അവസാനിച്ചു അത് വേണമെങ്കിൽ പറയാം. ഇനിയും ബ്രോക്ക് ലെസ്നറിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ബ്രോക്ക് ലെസ്നർ അല്ല, ബ്രോക്ക് ലെസ്നറിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ബ്രോക്ക് ലെസ്നർ അല്ല എന്നാണ്. പക്ഷേ സംഭവം എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നർ ആകാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹം UFC ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ്, WWE ഫോർമർ ചാമ്പ്യനാണ്. സോ ആ ഒരു റോൾ വേറെ ആർക്കും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ കോൺട്രാക്ട് തീരുന്ന ഒരു വ്യക്തിയാണ്. സോ അത് ബ്രോക്ക് ലെസ്നർ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ബ്രോക്ക് ലെസ്നർ റോയൽ റംബിളിന് ശേഷം റിട്ടേൺ ആകാനിരുന്നായിരുന്നു. പക്ഷേ റോയൽ റംബിളിൻ്റെ റിട്ടേണിയും ഡിലേ ആകും, അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും വിൻസ് വിക്മാനെ ഈ ഒരു WWE നിന്ന് പുറത്താക്കിയതുപോലെ ബ്രോക്ക് ലെസ്നറിനെയും പുറത്താക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓണറിനെ തന്നെ പുറത്താക്കി പിന്നാണ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യം. അവരെ ഈസി ആയിട്ട് WWE അല്ലെങ്കിൽ TKO കമ്പനിക്ക് സുഖമായിട്ട് പുറത്താക്കും. പിന്നെ മറ്റ് സൂപ്പർ സ്റ്റാർസിനെ പോലൊന്നും അല്ല ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് വാല്യൂ കൂടുതലാണ്. ഭയങ്കര ഫാൻ സപ്പോർട്ടുള്ളൊരു സൂപ്പർ സ്റ്റാറാണ്. സോ WWE ഒന്ന് ചിന്തിക്കുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുപോലുള്ള സംഭവങ്ങൾ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പുറത്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോക്ക് ലെസ്നർ റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്യായിരുന്ന വ്യക്തിയായിരുന്നു. സോ റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ന കാര്യം വലിയ സംശയമാണ്. കാരണം ഇങ്ങനൊരു പ്രശ്നം നിൽക്കുന്നു. ഈ ഒരു പ്രശ്നത്തിനിടയിൽ അദ്ദേഹം തന്നെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ WWE അദ്ദേഹത്തെ മാറ്റി നിർത്താനായിരിക്കും ശ്രമിക്കുന്നത്. സോ മിക്കവാറും റോയൽ റംബിളിൽ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. റസൽമേനിയയിൽ അദ്ദേഹത്തിന് മാച്ച് ഉണ്ടായിരുന്നു, പ്ലാനുകളുണ്ടായിരുന്നു. അതും മാറ്റാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും WWE അത് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ, അതായത് ഇപ്പോൾ വേണമെങ്കിൽ ബ്രോക്ക് ലെസ്നറിനെ കൊണ്ടുവരാം. അതായത് ഇതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്ലാനുകളെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ WWE ആ ഒരു പ്ലാൻ ഫ്രീസ് ആക്കാനാണ് സാധ്യത കൂടുതൽ. മിക്കവാറും റസൽമേനിയ പ്ലാൻസൊക്കെ ഏതാണ്ടൊക്കെ അടഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ കാര്യത്തിൽ പറയാം. നാളെ ബ്രോക്ക് ലെസ്നർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അദ്ദേഹം നാളെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു റസൽമേനിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രോക്ക് ലെസ്നർ വലിയ പ്ലാനുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് കുറ്റം പറയുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഫാക്ട്സാണ് പറയുന്നത്, കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ അതെല്ലാം നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ബ്രോക്ക് ലെസ്നറിൻ്റെ ഫാൻസാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമുക്ക് വെള്ളപൂശാൻ ഒരിക്കലും പറ്റില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും, WWE വരാതാകും. സോ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.